കണ്ടുപിടുത്തങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ അകത്തേക്ക് പച്ചമാങ്ങയും മുരിങ്ങക്കായും കൂടി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടുതൽ കുറച്ച് ചെമ്മീനും കൂടി എടുത്തിട്ട് വഴറ്റി എടുക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നെ, അതിൻ്റെ കൂടുതൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ 4 ചേരുവകൾ മാത്രമേ ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളൂ. ഇതൊരു സ്പെഷ്യൽ മുളകിട്ടതാണ് കേട്ടോ. നന്നായിട്ട് മസാല ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഇട്ട് വറക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ചെമ്മീൻ്റെ അകത്തൊക്കെ നന്നായിട്ട് പിടിക്കാൻ സഹായിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. കാരണം ഇത് വെന്ത് വരാനുള്ള വെള്ളം കൊടുക്കണം. പിന്നെ നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അത്രയും ഗ്രേവി എടുക്കണം കേട്ടോ. ഇതൊരു വറ്റിച്ചതായതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രേവികളൊന്നും വേണ്ട. മുരിങ്ങക്കായലൊക്കെ ഇങ്ങനെ മസാല പെരണ്ടിരിക്കുന്ന ടൈപ്പ് ആയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു തിക്നെസ് ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ചെമ്മീൻ്റെ പുറത്ത് ഇങ്ങനെ മസാല പുരണ്ടിരിക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ മുളകിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രേവി ഒന്നും ഇതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു സാധനമായിട്ട് പ്രതീക്ഷിച്ചാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ സ്വന്തം കറിവേപ്പില അതിൻ്റെ അകത്തേക്ക് ഇടുക. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് അതിനിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒടുവിലേക്ക് വരുമ്പം അതിന് നന്നായിട്ട് തിക്കായിട്ട് അതിൻ്റെ ആ ഒരു രൂപം തന്നെ ഇങ്ങനെ മാറിക്കിട്ടും കേട്ടോ. ഈ തിളപ്പ് വരുന്ന കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കൃത്യമായിട്ട് കിട്ടും. അതൊരു ചെറിയ ബോളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ പൊറോട്ടയോ ചോറോ ഒക്കെ വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതൊരു നാടൻ ഡിഷാണെന്ന് വെച്ചാൽ നാടൻ ഡിഷാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും നമ്മൾ നാടൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ.